പത്മനാഭനെ കാണാൻ വന്ന ഒരു ഫാമിലിയാണ്. ഇത്തരത്തിൽ ഒരുപാട് പേര് ഇന്ന് ഇവിടെ ഉണ്ട് എങ്കിലും ഞാൻ കുറച്ച് വടക്കോട്ടുള്ളവരോടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം തിരുവനന്തപുരത്തുകാർക്ക് അധികവും എപ്പോൾ വേണമെങ്കിലും പത്മനാഭനെ കാണാം. പക്ഷെ ദൂരെ നിന്നൊക്കെ വരുന്നവർ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ മാത്രം വരുന്നവരായിരിക്കും. അച്ഛൻ്റെ പേരെന്താ? രാമേന്ദ്രൻ. അമ്മയുടെയോ? പ്രേമ. 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 ഇത് രാജേഷ്. അപ്പോൾ ഇവര് അച്ഛനും അമ്മയും മകളും മരുമകനുമാണ്. ആദ്യമായിട്ടാണോ പത്മനാഭസ്വാമി ക്ഷേത്രം? അല്ലല്ല, ഞാൻ മുമ്പ് ഏത് കാലത്താ വന്നത്? എത്ര വർഷം? ഞാൻ സർവീസില്ല 18 വർഷം മുമ്പ്. അച്ഛൻ എന്തിലാ വർക്ക് ചെയ്തിരുന്നത്? വാട്ടർ അതോറിറ്റി. ഇവിടെ ട്രിവാൻഡ്രത്തായിരുന്നോ അതോ? അല്ല, ഞങ്ങൾക്ക് കണ്ണൂരുണ്ടായി. കണ്ണൂരായിരുന്നു. അപ്പോൾ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് വരുന്നത്? ഇത് മൂന്നാമത്തെ പ്രാവശ്യം. മൂന്നാമത്തെ പ്രാവശ്യം. ഇവിടെ ഈ പഞ്ചപാണ്ഡവന്മാരുടെ പ്രതിമ ഒരുക്കി ഇരുത്തിയിട്ടുണ്ട്. ഈ കഥയെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനൊന്നും അറിയില്ല. പഞ്ചപാണ്ഡവന്മാരെ അറിയോ? പഞ്ചപാണ്ഡവന്മാർ തമാശയായിട്ട് ചോദിച്ചാണ്. കാരണം പലർക്കും കുട്ടികൾക്ക് ഇന്നത്തെ കുട്ടികൾക്ക് പഞ്ചപാണ്ഡവർ ആരാന്ന് അറിയില്ല. രാജേഷിന് അറിയോ? അതെ അതെ അതെ, പഞ്ചപാണ്ഡവർ അറിയാം. ആ. അപ്പോൾ ഈ കഥയെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? കഥയെക്കുറിച്ചൊന്നും അറിയില്ല, അതിനെപ്പറ്റി അല്ല. അച്ഛാ, ഈ തലശ്ശേരിയിലൊക്കെ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് വന്ന എല്ലാവരും പത്മനാഭസ്വാമി ക്ഷേത്രം, പത്മനാഭപുരം പാലസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാറുണ്ട്. കണ്ണൂരും ഉണ്ട് അതുപോലെ. കണ്ണൂർ നിങ്ങൾ അതുപോലെ തിരുവനന്തപുരത്തുകാരെ അങ്ങോട്ട് ക്ഷണിക്കുന്ന ഒരിടം പറയാമോ? ശ്രീരാമസ്വാമി ക്ഷേത്രം. അത് ക്ഷേത്രങ്ങളാണ്. അമ്മ അതുപോലെ കൊട്ടാരം, ചരിത്രം, അങ്ങനെ തലശ്ശേരി. കാസർഗോഡ്. അപ്പൊ നിങ്ങളുടെ നാടിനെ കുറിച്ച് പറയൂ. നമ്മുടെ നാടിന് കൂടുതൽ 3 സീകളിൽ അറിയപ്പെടുന്ന നാടാണ് തലശ്ശേരിയാണ്. ഞങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി. കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ ആദ്യം ഒരു കേക്ക് ഉണ്ടാക്കിയത് തലശ്ശേരിയാണ്. പിന്നെ ക്രിക്കറ്റ് തുടങ്ങിയത് തലശ്ശേരിയാണ്. പിന്നെ സർക്കസ്, അങ്ങനെ 3 സീകളുടെ നാട് എന്ന് പറയാൻ തലശ്ശേരിയോട്ട് ഇത് അഭിമാനമാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കർ തലശ്ശേരിക്കാരനാണ്. പിന്നെ മുഖ്യമന്ത്രി, അങ്ങനെ എല്ലാവരും കണ്ണൂർക്കാരാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ചരിത്രത്തിന് മോശമല്ല. അല്ല 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 അല്ല. എപ്പോഴാണ് തിരിച്ച് മടക്കയാത്ര? ഇന്ന് വൈകിട്ട് രാത്രി പോകും. എത്ര ദിവസമായി വന്നിട്ട്? 3 ദിവസം. 2 ദിവസം. ഒരു മോളേ ഉള്ളൂ? ഇനി 2 ആളുണ്ട്. അവരുടെ നാട്ടിലാണ്? അല്ല, ഒരാൾ ഗൾഫിൽ, ഒരാൾ മംഗലാപുരത്ത്. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഫാമിലിയെ കണ്ടതിൽ. നിങ്ങളുടെ സന്ദർശനം ഇന്ന് നല്ല സന്തോഷമായിട്ടിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഇത് അഭിമന്യു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ദർശനത്തിന് വന്ന ഒരു കുടുംബത്തിലെ സന്തതിയാണ്. ഞാൻ കണ്ടതും ചോദിച്ചു, മോനെ പഞ്ചപാണ്ഡവരെ കുറിച്ച് അറിയാമോ? അറിയില്ല. അമ്മൂമ്മയ്ക്ക് അറിയാമോ? പഞ്ചപാണ്ഡവരെ അറിയോ? അറിയാം. ഈ കൊച്ചിന് എന്താ പറഞ്ഞു കൊടുക്കാഞ്ഞേ? അമ്മയ്ക്കൊരു നാണക്കേട്. മോനെ ആളെ മനസ്സിലാവാഞ്ഞിട്ടാ. യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, പിന്നെ നകുലൻ, സഹദേവൻ. അവരുടെ പ്രതിമകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ കാണാൻ പറ്റുമെന്ന് അറിയായിരുന്നോ വരുമ്പോ? ഇല്ല. പൈങ്കുനി ഉത്സവം സമയത്ത് ഇവിടെ ഈ പഞ്ചപാണ്ഡവന്മാരുടെ പ്രതിമ നിരത്തി വെക്കാം. തിരുവനന്തപുരത്തുകാരനല്ലാത്ത ഒരാൾ തിരുവനന്തപുരത്ത് വന്നാൽ അവർ ആദ്യം ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, അതെനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാരും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രവും അതിൻ്റെ പരിസരവും ഒക്കെ തന്നെയായിരിക്കും. ഒരു പക്ഷേ ഒരു തവണ ചിത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ കേട്ടറിഞ്ഞിട്ടൊക്കെയുള്ള ആ അനുഭവം നേരിട്ട് കാണുക എന്നുള്ളത്. അപ്പോൾ ഈ സുബ്രഹ്മണ്യനെ ഫാമിലിയാണ് ഇപ്പോൾ ഞാനിവിടെ വെച്ച് കണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് കൊണ്ടോട്ടിയിൽ നിന്നാണ് ഇവർ വന്നിരിക്കുന്നത്. എന്തായാലും അവർക്ക് നമ്മളോട് അനുഭവങ്ങൾ പറയാനുണ്ടാകും. അച്ഛനും അമ്മയും മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആരെ കാണിച്ചു തരാന്നാ പറഞ്ഞേ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവാന്ന് പറഞ്ഞോ? ഉറക്ക ക്ഷീണമുണ്ടോ മൂക്ക്? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട്. തിരുവനന്തപുരത്ത് ആദ്യമായിട്ടല്ല, പത്മനാഭസ്വാമി ക്ഷേത്രം കാണുന്ന ആദ്യമായിട്ട്. ഈ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? പഞ്ചപാണ്ഡവന്മാരുടെ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ട് അങ്ങനെ കേട്ടിട്ടില്ല. ഇതിപ്പോ ഉത്സവകാലമാണ് വരാൻ പോണെന്ന് അറിഞ്ഞിട്ടാണോ വന്നത്? അല്ല അല്ല, അല്ലാതെ വന്നതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ച് എന്തൊക്കെയാ കേട്ടിരിക്കുന്നത്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാർത്താണ്ഡവർമ്മയുടെ പിന്നെ പത്മനാഭസ്വാമിയുടെ ഭൂമിയാണല്ലോ നമ്മളെ തിരുവനന്തപുരം. ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ മാർത്താണ്ഡ ഓർമ്മക്കാലത്തുള്ള നിധിശേഖരം, അതാണ് പ്രധാനം. സ്ത്രീകൾക്ക് എവിടെയായാലും നിധിയോട് തന്നെയാണല്ലോ താല്പര്യം. നമ്മൾ സ്ത്രീകൾക്ക് നമ്മൾ ന്യൂസിലൊക്കെ കുറേ തവണ കണ്ടതല്ലേ, ഓരോ വാതിലും തുറക്കുന്നു. നിധി നേരിട്ട് കണ്ടില്ലെങ്കിലും നിധി ഉള്ളിടത്ത് അപ്പം മക്കളോട് അതാന്ന് പറഞ്ഞു കൊടുത്തത്, ഇവിടെ കുറെ നിധിശേഖരുണ്ട്. കഥകളിൽ കേട്ടിട്ടുള്ള ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാന്ന്. നമ്മളൊരു തവണ വന്നു പോയതാണ്, പക്ഷെ മക്കള് കണ്ടിട്ടില്ല. അവര് ചെറുതായിരുന്നു, അപ്പൊ ഇവർക്ക് അറിയില്ല. അപ്പൊ ഇവർ കുറച്ച് വലുതായപ്പോ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ അതെ അതെ, മേലങ്ങാടി, കൊണ്ടോട്ടി തന്നെ. അപ്പൊ ഇപ്പൊ വെക്കേഷൻ ആയപ്പോ അതൊന്ന് ആഘോഷിക്കാം. വേറെ എന്തൊക്കെയാ ലിസ്റ്റിലുള്ളത്? ഞങ്ങള് പിന്നെ മ്യൂസിയം, സൂ,
പിന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് പത്തനംതിട്ട വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പത്തനംതിട്ട പോയിട്ട് അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണണം, പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെ കാണണം. ഈ എത്ര ദിവസത്തെ ട്രിപ്പാ? ഞങ്ങൾ 4 ദിവസം ഇവിടെ 1 ദിവസം. ഇത് കഴിഞ്ഞ് നീ പോയി കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് എന്താ പ്ലാൻ ചെയ്യണേ? അത് ഇനി ഹസ്ബൻഡിന് ലീവ് കിട്ടട്ടെ. ഇപ്പോൾ പെരുന്നാളിൻ്റെ ലീവൊക്കെ വന്നതുകൊണ്ട്. ശരി, പേരെന്തായിരുന്നു? പ്രസീത. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ പത്മനാഭസ്വാമിയുടെ ഈ ക്ഷേത്ര ദർശനം വളരെ അനുഗ്രഹപരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള 2 മിടുക്കികളാണ്. ആദ്യമായിട്ടാണ് വന്നതെന്ന് ഞാൻ ജസ്റ്റ് വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ്? അല്ല, ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. മോള് ആദ്യമായിട്ടാണ്. എന്ത് പറ്റി ഇത്രയും താമസിച്ചേ? ഇനിമേന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല. വന്നിട്ടേ ഇല്ല. മോള് കൊതിയും പറഞ്ഞിട്ടില്ല എനിക്ക് പത്മനാഭന്റെ ക്ഷേത്രത്തിൽ പോകണം. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? കൊണ്ടുപോകാൻ ഇപ്പോഴാണ് വരാൻ പറ്റിയത്. തൊഴുതോ? ഇല്ല. തൊഴാൻ പോണേയുള്ളൂ. അപ്പോൾ പത്മനാഭനെ കാണാൻ വരുമ്പോൾ എന്തൊക്കെ ഒരുക്കങ്ങളാണ് വേണ്ടത്? ഇത് വരാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. നല്ല പട്ടുപാവാടയൊക്കെ ഉടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്തു എന്നല്ലേ? പത്മനാഭനെ കാണാൻ പോകുമ്പോൾ ഞാൻ ഈ പാവാട ഉടുത്തോണ്ടു അങ്ങനെയൊക്കെ അമ്മയോട് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു? നേരത്തെ പ്ലാൻ ചെയ്ത്, പക്ഷെ രാവിലെ ആയപ്പോ എല്ലാം മാറിപ്പോയി. അയ്യോ, എങ്ങനെ മാറിപ്പോയി? ആദ്യം വേറെയാണ് പറഞ്ഞത്, രാവിലെ ആയപ്പോ എല്ലാം മാറി. എന്തുകൊണ്ട് മാറി? കമ്മല് കിട്ടിയില്ലേ രാവിലെ? കിട്ടി. പിന്നെ എന്ത് പറ്റി? അത് ഭയങ്കര ചൂടായിരുന്നു ആ ഡ്രസ്സ്. അതെടുത്തിട്ടപ്പോ. അപ്പൊ ഇപ്പൊ സന്തോഷമുണ്ടോ ഇതിട്ടപ്പോ? ഉണ്ട്. ശരി, പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ച് മോൾ എന്തൊക്കെ കേട്ടിരിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും നല്ല റിച്ചസ്റ്റ് ആയിട്ടുള്ള ടെമ്പിളാണ്, വലിയ ക്ഷേത്രമാണ്. ട്രിവാൻഡ്രത്തില് മാത്രമല്ല, ലോകത്തിലെയും മീൻസ് ഭാരതത്തിലെ ഒക്കെ വൺ ഓഫ് ദ വലിയ അമ്പലമാണ്. പിന്നെ ഒരുപാട് നിധിയുണ്ട്. പിന്നെ സന്ധ്യക്ക് 3 ഇതിലും ലൈറ്റ് എത്തും. എല്ലാ സന്ധ്യക്കും ഉണ്ടോ? ഇല്ല, ഏതോ ഒരു ദിവസം അല്ലേ? അങ്ങനെ കുറെ എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ പത്മനാഭനെ കാണാൻ കാത്തിരുന്ന് ആ ദർശനം കിട്ടുന്ന ആൾക്കാരും ഇവരുടെ ഇടയിലുണ്ട്. ഇവരുടെ ഫാമിലിയാണ് ഈ കൂടെ ഇരിക്കുന്നത്. മോളിപ്പോഴാണോ വരുന്നേ? ബാബാ, എന്താ പിന്നെ എണീറ്റ് വരാത്തെ? ഇത് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. എന്താ പേര്? ചൈതന്യ. അപ്പൊ അനിയത്തിയുടെ പാവാട ഇതായിരുന്നു. അപ്പൊ ചേച്ചിയുടെ പാവാട ഇന്ന് രാവിലെ ഇതാവാൻ വേണ്ടി മോൾ എന്ത് ട്രിക്കാ കാണിച്ച് 2 ഒരുപോലെ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇന്നലെ വേറെ ഏതോ പാവാട എടുത്തു വെച്ചിരുന്നു. അപ്പൊ മോക്ക് സന്തോഷം തോന്നി രാവിലെ അത് ഇടാത്തോണ്ട്? ഇല്ല, അതെന്താ ഒരുപോലെ ഇടണ്ടാന്നോ? അങ്ങനെയൊന്നുമില്ല, ഒന്നും പറയാനില്ല. പത്മനാഭനെ തൊഴുതോ? ഇല്ല. അപ്പോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 3-ലാ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി എപ്പോഴും വരുമോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ? ഓക്കെ. അപ്പോൾ കൂട്ടുകാരടുത്ത്, അതായത് ഈ അമ്പലത്തിൽ വരാത്ത തിരുവനന്തപുരത്തുകാരൊക്കെ ഉണ്ടെങ്കിൽ വരണം എന്ന് പറയും. ഇവിടെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി വരണം. എന്തിന്? പത്മനാഭ. ഈ ഇരിക്കുന്ന ഇവരെ കുറിച്ചൊക്കെ അറിയോ? ഈ പഞ്ചപാണ്ഡവരെ കുറിച്ച് ആ കഥ അറിയോ? അപ്പൊ ഇനിയിപ്പോ ഈ കഥ പഠിച്ചിട്ട് വരണം കേട്ടോ. ഇത് പഞ്ചപാണ്ഡവന്മാരാണ്. ഉത്സവ നാളുകളിൽ ഇവിടെ ഒരു കാവൽ പോലെ ഇവിടെ ഇരിക്കുന്ന 5 പേരാണ്. അപ്പൊ ഈ കഥ മനസ്സിലാക്കിയിട്ട് വേണം ഇനി വരാൻ കേട്ടോ. ഓക്കെ, താങ്ക് യു.